ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി മൈ സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇത്. ആക്ച്വലി ഞങ്ങൾ ചെറിയ ഓണത്തിന് അന്നാണ് വീട്ടിലെത്തുന്നത്. അത്രയും ദിവസം പത്തനംതിട്ട ആയിരുന്നല്ലോ. അവിടുത്തെ വ്ളോഗൊന്നും കംപ്ലീറ്റ്ലി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെന്നിട്ട് അവിടുന്ന് എഡിറ്റ് ചെയ്യുക, അങ്ങനെ ഇരിക്കാനൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയില്ലേ, അതുകൊണ്ട്. അപ്പം നമ്മൾ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത് കണ്ടായിരുന്നു. പത്തനംതിട്ട റീനമ്മേൻ്റെ കൂടെയുള്ള വ്ളോഗ് എല്ലാം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യും. അപ്പം ചെറിയ ഓണത്തിന് അന്ന് തന്നെ വന്നുകൊണ്ട് റെസ്റ്റ് എടുക്കാനൊന്നൊരു സമയം കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ടയേർഡാണ് കേട്ടോ. അവിടേക്ക് ഉള്ള യാത്ര ഇത്രയും ദൂരമല്ലേ, അതുകൊണ്ട് തന്നെ ഇനി പോവുകയാണെങ്കിൽ എന്തായാലും ട്രെയിനിലാണ് പോവുള്ളൂ. കാറിന് പോണ പരിപാടി ഇല്ല. പ്രാവശ്യം അമ്മമ്മയും അമ്മച്ചനും ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാറിന് പോയിട്ടുണ്ടായിരുന്നത്. ഇത്തവണത്തെ ഓണം കുറച്ച് സ്പെഷ്യലാണ്, കാരണം അമ്മമ്മയും അമ്മച്ചനും നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തലേന്ന് രാത്രി പൂവ് നന്നാക്കി വെക്കണതാണ് നിങ്ങൾ കണ്ടത്. ഫുള്ളൊന്നും തലേന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നില്ല. ബാക്കി രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ ചെയ്തത്. എല്ലാവരും അത്രയും ടയേർഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്ന് പോയി കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പൂവിടുന്ന സമയത്താണ് നബിദിനത്തിനോടനുബന്ധിച്ചുള്ളൊരു ഘോഷയാത്ര അതിലേ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈശാട്ടം വേഗം പോയി വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അത്. നല്ല രസമുണ്ടായിരുന്നു. പിള്ളേരെല്ലാവരും കൂടെ ഇതെന്താ ദഫല്ലേ പറയാം, അതൊക്കെ മുട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നു, ലൈക്ക് ഓണത്തിൻ്റെ അന്നും ഉണ്ടായിരുന്നു, അതിൻ്റെ പിറ്റേന്നും ഉണ്ടായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു കാണാൻ. ആ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയില്ലേ. പിന്നെ കുതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റിലേക്കാണ് പോയത്. ഇവിടെ ഇപ്പം വൈശാഖേട്ടൻ, അല്ലുട്ടൻ, അച്ഛൻ ഇവരെല്ലാവരും പാടെ അവിടെ പോയി നിൽക്കുന്നത്. അവർ മിഠായി തരും. എല്ലാ വട്ടവും ഇങ്ങനെ പോയി നിൽക്കും കേട്ടോ. അപ്പോൾ മിഠായി തരും എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം പോയി നിന്നപ്പോൾ അപ്പം അവർ മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ ഈ പ്രാവശ്യം മിഠായി തന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കൊടുക്കുകയും ചെയ്തു. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീനമ്മയുടെ കൂടെയാണ് ഇത്തവണത്തെ ഓണം എന്ന്. ആക്ച്വലി ചെറിയ ഓണം വരെ അവിടെ നിന്നു. നമ്മൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഓണത്തിന് ഇവിടെ ആരും ഇല്ലല്ലോ. ചില കട്ടയും കല്യാണി അവിടെയാണുള്ളത്. പിന്നെ കട്ടയില്ല, പിന്നെ മക്കളില്ലാണ്ട് ഇവിടെ എന്താ പറയുക, അച്ഛൻ പറഞ്ഞു ഇനി ഓണത്തിന് എന്തായാലും വരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഓണം നമ്മൾ ഇവിടെ തന്നെയാണ് കഴിക്കാമെന്ന് ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഓണത്തിന് ഇങ്ങടേക്ക് വരുമ്പോൾ നല്ല ബ്ലോക്ക് കിട്ടും, പണി കിട്ടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങടേക്ക് വരുന്ന സമയത്ത് അമ്മമ്മ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് വോമിറ്റിങ്ങും കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ അത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അമ്മമ്മ കൂട്ടാക്കി ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവം കൊണ്ടാണ് തോന്നുന്നു, ഇങ്ങോട്ട് വരുമ്പം ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. ചിത്രം വരയ്ക്കാൻ അറിയാത്തവൻ്റെ പൂക്കളം ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ വരച്ചിട്ടല്ല ചെയ്യുന്നത്. വീട്ടിലൊക്കെ ആദ്യം നമ്മൾ വരച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മിഠായി കൊണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ചേട്ടന് സമാധാനമായത്. എന്തൊക്കെയാണ് നബിദിനത്തിന് മിഠായി കിട്ടില്ല, ഒരു സമാധാനം ഇല്ലാന്നാണ് ഏട്ടൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇട്ടിട്ട് എന്താവും എന്നറിയില്ല. അവസാനം കോഴിമുട്ടനെ ഷേപ്പ് ആവും എന്ന് അറിഞ്ഞൂടാ കേട്ടോ. വരച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വീട്ടിലാകുമ്പം വരച്ചിട്ടൊക്കെ ആയിരുന്നു ചെയ്യൽ. ഇവിടെ ഇതിൻ്റെ മുകളിൽ വരച്ചാൽ അറിയത്തുമില്ല. പിന്നെ ചോക്ക് വാങ്ങാൻ പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയവനത് മറന്ന് പോവുകയും ചെയ്തു. അല്ലുട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുമ്പീനെ നോക്കുന്നുണ്ട്, കാരണം നമ്മൾ എപ്പോഴാണ് പണി തരാൻ പറയാൻ പറ്റില്ല. കുട്ടിക്ക് എപ്പോഴാണ് ഇൻട്രസ്റ്റ് തോന്നുന്നത് വെച്ചാൽ അപ്പോൾ വാരി അറിഞ്ഞാൽ കഴിഞ്ഞില്ലേ എല്ലാം. പച്ചക്കളറിന് വേണ്ടിയിട്ട് അച്ഛൻ കുറേ അലഞ്ഞ് തിരിഞ്ഞ് അവസാനം തേക്കിൻ്റെ ഇലയാണ് കിട്ടിയത് കേട്ടോ. അപ്പം അത് പച്ചയാവില്ല, കുറച്ച് ഒരു ബ്രൗണിഷ് ടീൻസ് എന്തായാലും അതിൽ വരും. ബാക്കിയൊന്നും പച്ചയ്ക്ക് പറ്റിയ ഇലകളൊന്നും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പച്ച കളർ കിട്ടിയില്ല. ബാക്കിയെല്ലാം ഉള്ളത് കൊണ്ട് ഓണം പോലെ, അങ്ങനെയല്ലേ പറയാ. ഇതുപോലെ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പൂക്കളം എനിക്ക് വരയ്ക്കാനൊന്നും അധികം അറിയില്ല. കല്യാണിൻ്റെ അടിപൊളിയൊക്കെ വരയ്ക്കായിരുന്നു. പക്ഷേ എന്നാലും ലാസ്റ്റ് ലുക്ക് അടിപൊളിയായിരുന്നു. എല്ലാവരും പറഞ്ഞു കേട്ടോ നല്ല പൂക്കളായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം എനിക്ക് പൂ വാങ്ങിയിട്ട് മതിയാവുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഏട്ടനോ പറയണോ, ഏട്ടാ കുറച്ചുകൂടെ പൂ വാങ്ങാം. ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യത്തിന് നല്ലോണം പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ കുറേ എക്സ്ട്രാ ഒക്കെ വന്നു കേട്ടോ പൂവ്. തുമ്പമ്മയുടേതായ വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, എന്തായി എന്ന് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അമ്മയും ഇളയമ്മയും അടുക്കളയിൽ കാര്യമായിട്ടുള്ള പരിപാടിയിലാണ്. ഇതിലിപ്പോൾ ഞാൻ കൈവച്ചില്ല നടക്കില്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. അപ്പം പച്ചക്കറികൾ ആണല്ലോ മെയിനായിട്ട്. പിന്നെ അച്ഛൻ എന്തായാലും മീൻ കറി വേണം, അത് മസ്റ്റാണ്. പിന്നെ ചിക്കൻ പൊരിച്ചതും അത് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഓണാണെങ്കിലും വിഷുവാണെങ്കിലും എന്താണെങ്കിലും നോൺ വെജ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സൈഡായിട്ട് ഉണ്ടാവും. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നത്, നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. ഇത് മാവേലീനെ വെൽക്കം ചെയ്യുകയാണെന്നാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പൂക്കളം നമ്മൾ മെയിനായിട്ട് ഇട്ടു. പിന്നെ താഴേക്ക് അങ്ങനെ പൂക്കളിട്ട് കുഞ്ഞു പൂക്കളം ഇങ്ങനെ വരച്ച് കൊടുക്കും. ഇത്രയും പൂക്കളം വേണമെന്നില്ല, പക്ഷേ ഞാനൊരു രസത്തിനങ്ങ് ചെയ്തതാണ്. മാവേലി വരുമ്പോൾ പിന്നെ നമ്മളായിട്ട് കുറയ്ക്കണ്ടല്ലോ. നമ്മൾ മാവേലീനെ വിളിച്ച് വരുത്തിയിട്ട് അവസാനം വന്ന് നോക്കുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു പോലെ ആവരുതല്ലോ. അപ്പോൾ ഞാൻ കുഞ്ഞു പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തു. ലാസ്റ്റ് നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഫൈനൽ ലുക്ക്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ നമ്മൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. അച്ഛൻ ബാക്കി വരുന്ന പൂക്കളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂക്കളം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മറ്റേ സിനിമയിൽ പറയില്ലേ അടി പിടിച്ചു എന്ന്, അതുപോലെ എന്നെ കൊണ്ടുകൊണ്ടിരുന്ന് എനിക്ക് ഏകദേശം തോന്നിയിട്ടോ. കാരണം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ശരിക്കും സൈഡായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ പൂക്കളം. പിന്നെ ഇവിടുന്ന് ഇത് അങ്ങോട്ട് നോക്കൂ, കണ്ടോ നമ്മുടെ ഇപ്പോഴും ഞാനും അച്ഛനും ഇട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇട്ടിട്ട് മതിയാവുന്നില്ലായിരുന്നു. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എവിടെ നിന്നൊക്കെയാണ് വേദന എന്നറിയ പോലും, അത്രയും ബോഡി പെയിൻ ആയിരുന്നു.
പിന്നെ നമ്മൾ ചെയ്യണമല്ലോ ഓണല്ലേ, ഇതുകൂടെ കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് കിടന്ന് ഉറങ്ങണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതും നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കാണാം, കുറച്ച് ദിവസമായിട്ട് സത്യം പറയുകയാണെങ്കിൽ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനിയൊന്നും ഉറങ്ങണം ഗൈസ്, അത്രയും സൈഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഓണടിച്ച് പൊളിച്ചോ? നമ്മളെ പൂക്കളം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ തൊട്ടിട്ട് ഇങ്ങനെ കുഞ്ഞു 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 പൂക്കളം ഇട്ടിട്ടാണ് നമ്മുടെ മെയിൻ പൂക്കളത്തിന് അവിടേക്ക് വരുന്നത്. ഓക്കെ, ഇതുവരെ പൂക്കളത്തിന് വീഡിയോ ഒന്നും ഞാൻ ഇടാൻ എനിക്കറിയായിരുന്നു, ഞാൻ ഇട്ട് തുടങ്ങിയാലും ഇത് ബ്രേക്ക് ആവും എന്നുള്ളത്. കാരണം ഞാൻ പത്തനംതിട്ട പോവാണല്ലോ, അതുകൊണ്ട് അതും കുഞ്ഞു കുഞ്ഞു പൂക്കളം നമ്മൾ അധികം ഒന്നും പൂവൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വീട്ടിലുള്ളതൊക്കെ വെച്ചിട്ടാണ് കുഞ്ഞു പൂക്കളം അമ്മയോ ഇളയമയോ ചിലപ്പോൾ ഞാനുണ്ടാവും, ഞാനോ കല്യാണം അങ്ങനെയൊക്കെ നമ്മളങ്ങ് ഇടുക എന്നല്ലാതെ നമ്മളങ്ങനെ പൂക്കളത്തിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാത്തത് അതുകൊണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഇട്ടത് പോരാണ്ട് പിന്നെയും നമ്മൾ ആ അറ്റത്തും കൂടെ ഒരു കുഞ്ഞു പൂക്കളം ഇട്ടു, ഇത് കണ്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്തു, മാവേലി ഇത് കണ്ടിട്ട് സന്തോഷിക്കട്ടെ. പിന്നെയും ബാക്കി പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ കുറേ. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നു അയ്യോ കുറച്ചുകൂടിയൊക്കെ അവിടെയൊക്കെ ഇട്ട് വെക്കായിരുന്നു, ഇട്ടിട്ടിട്ട് മതിയാവണില്ലാന്നേ. ഓണത്തിനൊക്കെ നമുക്ക് പിന്നെ പൂവൊക്കെ ഇടാനൊരു ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു വേറെ ലെവൽ തന്നെയാണല്ലേ. അങ്ങനെ നമ്മൾ ഇതാ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി വല്ല അടുക്കളയിൽ പോയി നോക്കണം എന്താണ് അവിടുത്തെ അവസ്ഥ. ഏറെക്കുറെ എന്തൊക്കെയോ അമ്മയും ഇളയമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വലിയ ടാസ്ക്കൊന്നും എനിക്ക് ഉണ്ടാവാറില്ല, കാരണം സദ്യേൻ്റെ കാര്യത്തിൽ അമ്മയും ഇളയമയും സെറ്റാണ് കേസ്, അടിപൊളിയായിട്ട് സദ്യ ഉണ്ടാക്കും. അപ്പം പിന്നെ എന്നോട് ഹെൽപ്പ് ചെയ്യാറാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തലേനെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പൂവരിയായിരുന്നു, അമ്മ പച്ചക്കറി അരിയായിരുന്നു, അങ്ങനെ കേട്ടോ. അപ്പം അതൊക്കെ സെറ്റായിരുന്നതുകൊണ്ട് തന്നെ അവിടേക്ക് ഓവർ ടെൻഷനോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയാകുമ്പോഴത്തേക്കെല്ലാം റെഡിയാവുമെന്ന് എനിക്കറിയാലോ. ഇനി എനിക്ക് കുളിക്കണം കഴിച്ച്, ഞാൻ കുളിച്ചിട്ടല്ല പൂവിടാൻ നിന്നത്. കാരണം എനിക്ക് സത്യം പറയാൻ എപ്പോഴാണ് ഞാൻ എങ്ങനെയാണ് എഴുതിയിട്ട് പൂവിട്ടതെന്ന് എനിക്ക് പോലും അറിയില്ല, അത്രയും എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ തുമ്പമ്മയാണെങ്കിലും വയ്യായിരുന്നു, കുട്ടിക്ക് തലവേദന പോലെ തലയ്ക്കൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വന്നതാണല്ലോ അങ്ങനെ. അപ്പോൾ അമ്മമ്മേൻ്റെ അമ്മച്ചൻ്റെ അടുത്ത് ഇരുന്ന് കുട്ടി കഥയൊക്കെ പറയണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൂക്കളം വന്ന് നോക്കില്ല, ഒരു സമാധാനം ഇല്ല ഗസ്, കഷ്ടപ്പെട്ടിട്ടതാണല്ലോ, കഷ്ടപ്പെടുന്നവർക്കല്ലേ എൻ്റെ വില അറിയുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇച്ചിരി വീഡിയോ എടുത്തിട്ട് പോകും. അല്ല പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണണം, എത്ര നേരത്തിൻ്റെ കഷ്ടപ്പാടാം. നിങ്ങളുടെ പൂക്കളൊക്കെ അടിപൊളിയായിരുന്നോ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചോ? നമ്മളുണ്ടല്ലോ ആക്ച്വലി അമ്മമ്മയും അമ്മച്ചനും കൂടെ ഉണ്ടായപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യലായി. ലൈക്ക് ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെറിയ സങ്കടമൊക്കെ ആയി പോയേനെ. ഇതാ അമ്മയുടെ കൂട്ടുകറി അടിപൊളിയായിട്ടുണ്ട്, അമ്മയും ഇളയമയും കൂടെ കൂട്ടുകറിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. സാമ്പാർ അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ റീനമ്മേനെ വിളിച്ചു, പൂക്കളമൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അമ്മ വീട്ടിലല്ല ഉള്ളത്, സ്കൂളിലാണ്. സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ട്, അവിടെ പോയതാന്നൊക്കെ പറഞ്ഞു. പിന്നെ തറവാട്ടിലാണ് അവർക്ക് ഓണമുള്ളത്, അപ്പോൾ അവിടേക്ക് പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അമ്മയ്ക്കാണ് ചെവി വേദനയൊക്കെ ഉണ്ടായിരുന്നേ, അപ്പോൾ എല്ലാവർക്കും വയ്യ ഗൈസ്, അതാണ് കാര്യം. അങ്ങനെ പൂക്കളൊക്കെ അപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ ഉണ്ണിച്ചനൊക്കെ കാണിച്ചു കൊടുത്തു, പാച്ചൂച്ചനൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ വീഡിയോകളൊക്കെ ചെയ്ത് അങ്ങനെ രാവിലെ നമ്മുടെ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങിയത് എന്നർത്ഥം. ഇനി വേണം നമ്മൾ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഇവിടെ ഏറെക്കുറെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഇപ്പോൾ വൈശാട്ടം പോയി വാങ്ങിച്ചുകൊണ്ട് വരണം. ചിക്കൻ പൊരിച്ചത് ഇത് എപ്പോഴാണെങ്കിലും സദ്യേൻ്റെ കൂടെ നമ്മളോട് വെക്കാറുണ്ട് കേട്ടോ. അമ്മച്ചൻ ഇവിടെ ഫോണിൽ കളിയാണ്. അപ്പോൾ ഞാൻ പറയും എൻ്റെ ഷുഗ അവിടെ ഫോണിൽ കിടന്ന് കളിക്കുകയല്ലേ എന്ന്. പക്ഷേ അമ്മച്ചൻ്റെ ബുദ്ധിമുട്ട് അമ്മച്ചനല്ലേ അറിയൂലേ. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് അല്ലൂനെയും തുമ്പീനെയൊക്കെ റെഡിയാക്കി ഇതാ താഴേക്ക് വിട്ടു. ഞാനും ഇതാ ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്താണ് ഒരാളാളെ കാര്യമായിട്ട് ബ്രൂട്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ പിന്നെ ബ്രൂട്ടീഷൻ ചെയ്യാറില്ല, കാരണവന്മാരായി തന്ന സൗന്ദര്യം നമുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ കാരണവരത് അവിടെ ഇരുന്നിട്ട് ബ്രൂട്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഈ സ്ഥലം അച്ഛൻ വിട്ടുതരില്ല ഗൈസ്. അച്ഛൻ മറ്റേ സിനിമയിലെ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ സിദ്ദിഖ് വരില്ല, അതുപോലെ ഞാൻ ഒരുങ്ങി നിൽക്കട്ടെ, മരുമോൾ എപ്പോഴാണ് ക്യാമറയും കൊണ്ട് വരിക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ടൈപ്പാണ്. അങ്ങനെ ഡാഡി അവിടെ നിന്ന് ഒരുങ്ങുകയാണ്. ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുക, ഇത്തിരി സ്ഥലം തരും എനിക്കും കൂടി ഒന്ന് ബ്രൂട്ടീഷൻ ചെയ്യാനാണ്. അങ്ങനെ ഞാൻ ഇത്തിരി ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടോ, ഇച്ചിരി സ്ഥലമൊക്കെ നമുക്കും തന്ന് അങ്ങനെ ഞങ്ങൾ ഇതാ ഒരുങ്ങുകയൊക്കെ കഴിഞ്ഞ് പിന്നെ അത് അമ്മച്ചൻ്റെ അടുത്തേക്ക് തുമ്പമ്മ ഡ്രസ്സ് ഇട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഒന്ന് സെറ്റ് മുണ്ടും ഒരു കുപ്പായത് വെസ്റ്റഡോ ഡിസൈൻസ് എന്നുള്ള ബ്ലൗസാണ് കേട്ടോ. പിന്നെ മറ്റേ പേജിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം അവിടെ എല്ലാവർക്കും കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്ത്. കുട്ടിക്ക് പക്ഷേ വയ്യ കേട്ടോ, പനിക്കുന്നുണ്ട്, ചെറുതായിട്ട് ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ ക്ഷീണം എൻ്റെ കുട്ടീൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ട് കേട്ടോ. ചിരിയൊന്നും അങ്ങോട്ട് തെളിഞ്ഞ് വരുന്നില്ല. പക്ഷേ ഈ ഒരു ഡ്രസ്സിൽ ആക്ച്വലി ഇവൾ 1 വയസ്സായിട്ടുള്ള സമയത്താണ് ഒരു ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മച്ചീ എന്നും പറഞ്ഞിട്ട് മറിഞ്ഞിട്ടി വീഴുന്നത്. പക്ഷേ ഇപ്പോഴും ആ ഡ്രസ്സിൻ്റെ കുട്ടിക്ക് പാകമാണ് ഗൈസ്. ഇപ്പോഴും അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തുമ്പി മാത്രമല്ല അങ്ങനെയെന്ന് പറയുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ, കാരണം പണ്ടത്തെ ഡ്രസ്സൊക്കെ ഇപ്പോഴും ഒക്കെ പാകമാണ്. എനിക്ക് തോന്നുന്നു 1 വയസ്സിന് മുന്നുള്ളതൊന്നും ഇപ്പോൾ പാകമില്ല, പക്ഷേ 1 വയസ്സിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ചിലതൊക്കെ അവൾക്ക് ഇപ്പോഴും പാകമാണ്. അന്ന് പക്ഷേ ഇത് കുറച്ച് ലൂസായിരുന്നു തോന്നുന്നു അവൾക്ക്. അങ്ങനെ ഞങ്ങളിവിടെ ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോൾ ഒരാളുടെ വാതിലും തുറന്ന് വന്ന് അവിടെ ഇങ്ങോട്ട് ഇരുന്ന് പുരുഷനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുത്താണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക ഇതൊക്കെ കേട്ടോ. അമ്മ അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ ഇപ്പം കുറേ ആയിട്ട് അമ്മ കുറച്ച് സഹകരിക്കുന്നുണ്ട്.
അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അവിടുന്ന് ചെയ്ത് കൊടുത്തു ഞാൻ. അപ്പം ഉണ്ട് നമ്മളെ പ്രേമം വെല്ലിച്ചൻ വരുന്നത്. വെല്ലിച്ചൻ വരുമ്പോൾ എപ്പോഴും മിഠായി വാങ്ങിച്ചിട്ടേ വരും കേട്ടോ. അത് ഓണമായതുകൊണ്ട് മാത്രമല്ല, എപ്പോഴാണെങ്കിലും. വെല്ലിച്ചൻ്റെ ഷർട്ട് എന്നാലും അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് മൊത്തം പൂത്തുലഞ്ഞ് നിൽക്കുകയാണല്ലോ എന്ന് കേട്ടോ. ഷർട്ടൊക്കെ അടിപൊളി, നല്ല ന്യൂജൻ വൈബിലൊക്കെയാണ് വെല്ലിച്ചൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്ത്, പിന്നെ വെല്ലിച്ചന് ഫോട്ടോ മസ്റ്റാണ് കേസ്. ദാ മോളെ ഒരു ഫോട്ടോ എടുക്ക്. എപ്പോൾ വന്നാലും ആ ഡയലോഗ് ഉണ്ട് കേട്ടോ. ദാ മോളെ ഒരു ഫോട്ടോ എടുക്ക് അങ്ങനെ പറയട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോട്ടോ എടുത്തില്ലേ വെല്ലിച്ചനൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ അത് അച്ഛൻ സിമ്പിളും ചെക്കനായിട്ടല്ലേ. ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ആരാ അപ്പോൾ ഈ ഒരുങ്ങി വരുന്നതെന്ന് ഞങ്ങൾ അച്ഛനെ കണ്ടപ്പോൾ ചോദിച്ചു കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മളെ പൂക്കളം അത് വിട്ടിട്ട് കളിയില്ല. രാവിലെ തൊട്ട് ഇതിൻ്റെ ഉള്ളതാണല്ലോ നമ്മൾ ഗണിഞ്ഞത്. അടുക്കളയിൽ ഏറെക്കുറെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ചിക്കൻ നീ കഴുകാണ്ട് കുറച്ച് പണികളുണ്ട്. അത്തരം കുറച്ച് പണികളല്ലാതെ ബാക്കിയെല്ലാം അമ്മ, ഇളയമ്മ, അമ്മമ്മ എല്ലാവരും കൂടെ ഉണ്ടായിട്ട് സെറ്റായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ വൈശാഖേട്ടൻ അശ്വിനീനെ കൂട്ടാൻ പോകണം. അശ്വനിക്ക് അവിടെ ഓണമല്ലല്ലോ. അപ്പോൾ അശ്വനി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലുട്ടൻ എന്താ വീഡിയോയിലൊന്നും കാണാത്തത്? സത്യസന്ധമായി പറയുകയാണ് എൻ്റെ മക്കളെ, ഇവനെ ഇതിലിങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ അവനെ തീരെ പിടിച്ചാൽ കിട്ടില്ല. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതൊന്നും അവന് വലിയ ഇഷ്ടമല്ല. അവനിങ്ങനെ കളിച്ച് നടക്കണം. പിന്നെ ഞാനും ഇതിന് ഓവർ നിർബന്ധിച്ച് പിടിച്ച് വെച്ചിട്ടൊന്നും എടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ചില സമയമൊക്കെ ഭീഷണിയൊക്കെ മുഴക്കും. ഇതാ ഇപ്പോൾ വീഡിയോ എടുത്തില്ലേ പിന്നെ എന്നെ മാത്രം കാണുന്നില്ല എന്ന് എല്ലാവരും പറയൂട്ടോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ മാത്രമാണ് ചക്കനൊന്നും ഇരുന്നില്ല കേട്ടോ. ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയെ മതി, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനെ വൈശാട്ടപ്പം അങ്ങനെ പറയാറേ ഇല്ല. എന്താണാവോ ആദ്യമൊക്കെ വൈശാട്ടം പറയും, എൻ്റെ ദൃശ്യം മതിയടി, നമുക്ക് മതിയായില്ലേ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് എന്നൊക്കെ ചോദിക്കും. ഇപ്പം അങ്ങനെയൊന്നും പറയല്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതുകൊണ്ടേക്കും കേട്ടോ. പക്ഷേ ഇതാ ഞങ്ങളിങ്ങനെ നിന്നപ്പം അല്ലൂട്ടൻ ഞാൻ പറയാണ്ടിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ടോ. അപ്പം ഞാൻ കാരണം സാധാരണ വീഡിയോ എടുക്കാൻ നിൽക്കാറില്ലല്ലോ. പിന്നെ ഇങ്ങനെ സ്നേഹപ്രകടനങ്ങൾ കുറച്ച് കുറവാണ് മൂപ്പർക്ക് എനിക്ക് പലപ്പോഴും തോന്നലുണ്ട്. സ്നേഹപ്രകടനം ഉണ്ട് കേട്ടോ. ആരുടെ അടുത്ത്? ഒരു അച്ഛൻ്റെ അടുത്ത് മാത്രം. ഒരു അച്ഛൻ അല്ലൂട്ടൻ കേട്ടോ. ഫുൾ അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെയും തള്ളിപ്പറയുന്ന ഒരു ടൈപ്പാണ് എൻ്റെ അല്ലൂട്ടൻ. ഓക്കെ, അങ്ങനെ ഇതാ ഇവിടെ പായസത്തിൻ്റെ പണിയിലാണ്. ഞാൻ ചിക്കൻ പൊയ്ക്കാനുള്ള മസാല പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ അതിന് വേണ്ടിയിട്ട് എനിക്ക് വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കി തരാണ്. അവിടെ ഇതാ പാത്രങ്ങൾ നിങ്ങൾ കാണുന്നു പോകും, അതിലൊക്കെ വിഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തവണ പക്ഷേ നമ്മൾ പുളിയും പച്ചടിയും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതൊരു കുറവ് തന്നെയായിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടായിരുന്നു എന്തൊക്കെയോ ചെയ്യാൻ കേട്ടോ. പിന്നെ പത്തനംതിട്ട പോയ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടുന്ന് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മമ്മ പറയണേ, മോളെ ഒന്ന് ഇവിടെ വന്ന് നോക്കും, നിൻ്റെ തുമ്പമ്മ ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ കേട്ടോ. സംഭവം മെഡിസിൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പനിയുള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നു നല്ല ഒരു ഇങ്ങനെ ഉറങ്ങി വീഴാണ് എൻ്റെ കുട്ടി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചേരം ഇങ്ങനെ നോക്കിയേ. അപ്പോൾ അമ്മമ്മ, ഒരു ദുഷ്ടത്തി നീ അത് വീഡിയോ എടുക്കല്ലേ, കുട്ടീനെ കൊണ്ടുപോയി കിടത്ത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും രസമല്ലേ, ഞാൻ വെറുതെ എടുത്ത്. പാവൻ്റെ തുമ്പ നല്ല ക്ഷീണമുണ്ട്. പക്ഷേ കുട്ടിക്ക് ഒരുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പുതിയ ഡ്രസ്സ് ഇടുക, മുണ്ടൊക്കെ പിടിച്ച് പറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ട്രൗസറിലൊക്കെ ആയിരുന്നു. ന്യൂജൻ കുട്ടിയല്ലേ. പക്ഷേ അവൾക്ക് ഒരുങ്ങുക, അപ്പോൾ എത്ര വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ ഒരുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ വേഗം എണീറ്റ് വരും. മാല ഇടുക, പുതിയ ഡ്രസ്സ് ഇടുക, നന്നായി ഒരുങ്ങുക, പൊട്ട് തൊടുക, കുറിയൊക്കെ മസ്റ്റാണ് കേട്ടോ അവൾക്ക്. അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല, രാവിലത്തെ ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്ക് സദ്യ കഴിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഉറങ്ങണ കണ്ടപ്പം മെഡിസിൻ്റെ ഒരു ഇതും കൊണ്ടും കൂടി ആയിരിക്കും എന്ന് കൊണ്ടുപോയി കിടത്തിയിട്ടാ. അങ്ങനെ ഞാൻ ബാക്കി പരിപാടികളിലേക്ക് കടന്നതാണ്. വേഗം ചിക്കനൊക്കെ പൊരിക്കണം. ഇന്ന് ആക്ച്വലി ഇവിടെ നോർമലി നമ്മുടെ ഓപ്പോസിറ്റുള്ള താത്തല്ലേ, അവരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. പക്ഷേ ഇത്തവണ താത്തയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇതാ ഓരോരോ പണികളൊക്കെ തീർത്ത് വെക്കുകയാണ്. ഇന്ന് നമ്മൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ലേറ്റാണ് കേട്ടോ. ഇത്രയും സമയമൊന്നും നമ്മൾ വൈകാറില്ല എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അശ്വിനി വന്നിട്ടുണ്ട്. അശ്വിനിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ല. അപ്പോൾ അല്ലൂട്ടൻ്റെ ചെറിയമ്മേനുള്ള സ്നേഹപ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അശ്വിനി വന്ന പാടും എല്ലാവരും ഒന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും അടുത്തും പോയി വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ തുമ്മമ്മ അവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അമ്മച്ചനും അമ്മമ്മയും എപ്പോഴും പറയും അശ്വിനീനെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കേട്ടോ. കാരണം വെച്ചാൽ അവിടെ അവർക്കൊരു കണക്ഷൻ വെച്ചാൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. എപ്പോഴാണെങ്കിലും നമ്മൾ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിലൊക്കെ ഓൾ വേഗം പോയിട്ട് ഓരോട് ഭയങ്കര വർത്താനമാണ് കേട്ടോ. അപ്പോൾ ഓരോട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അത് പറയായിരുന്നു അമ്മച്ചൻ. അങ്ങനെ ഞങ്ങൾ അവിടെ കുത്തിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഇതാ കുറച്ച് ഞാത്ത് കയറി പോയി നോക്കുമ്പം കുട്ടീൻ്റെ അച്ഛനും കണക്കാണ്. കുട്ടീനെ പോലെ തന്നെ അതേ സ്ഥലത്തിരുന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ അച്ഛതാ എന്നൊക്കെ പറഞ്ഞിട്ട് വയ്യ ഇപ്പം സൗന്ദര്യത്തിൽ ഉറങ്ങാണ് കേട്ടോ. നേരത്തെ ഓർമ്മയില്ലാതെ ഉറങ്ങി, ഇപ്പോൾ സൗന്ദര്യപ്രദമായിട്ടുള്ള ഉറക്കമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്ന ആൾ കിടന്നു കേട്ടോ, കിടന്നുറങ്ങുന്നുണ്ട്. വൈശാട്ടിന് അവിടെ കുത്തുന്ന സിനിമ ഉണ്ട്. ഈ ഇടയായിട്ട് വൈശാട്ടിന് സിനിമ പ്രാന്ത് കുറച്ച് കൂടിയുണ്ട്. ഞങ്ങളിത് അവിടെ ബാക്കി പണിയിലാണ്. ഇല തുടയ്ക്കൽ, സാധനങ്ങൾ കൊണ്ടുപോയി വെക്കൽ, ഇങ്ങനത്തെ കുറേ പണികളിലായിരുന്നു കേട്ടോ. ഈ ഓണത്തിനാണെങ്കിൽ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മളെ ഹേസുമേൻ്റെ ഫസ്റ്റത്തെ ഓണമാണ്. പക്ഷേ ഓളെടുത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല. ഒന്നാമത് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ചെറിയ ഓണത്തിന് എന്നാണ് വന്നല്ലേ, ചെറിയ ഓണത്തിന് എന്തെങ്കിലും പോകുമായിരുന്നു. പിന്നെ ഓണം കഴിഞ്ഞപ്പോഴത്തേക്കും തുമ്പി സൈഡായിരുന്നു ഗൈസ്. തുമ്പിക്ക് നല്ല പനിയായി. പിന്നെ എന്തായാലും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
ഓണം കഴിഞ്ഞിട്ട് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും തുമ്പിക്ക് പനിയൊക്കെ മാറിയിട്ട് എന്തായാലും നമ്മൾ ഹേസുവിൻ്റെ അടുത്തേക്ക് പോകണം. ഹേസു നല്ല സുന്ദരി മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആരൊക്കെ കണ്ടെന്ന് അറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. മോള് ഉടുപ്പൊക്കെ ഇട്ടിട്ടും പുതിയ പട്ടുപാടൊക്കെ ഇട്ടിട്ട് കുട്ടി വിധം പോസൊക്കെ ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കല്യാണമൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിതാ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക. രാവിലെ അവൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മോളൊക്കെ ഞങ്ങൾ കണ്ടു. പക്ഷേ അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എന്നോട് മറந்து പോച്ച് കേസ്. അല്ലെങ്കിൽ ചില സമയം എനിക്ക് അങ്ങനെയാണ്. അങ്ങനെ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാൻ മീഷോ ഓർ ഫ്ലിപ്പ് ചെയ്ത ഒരു ഓൺലൈനിൽ നിന്നാണ് ഞാൻ എടുത്തത് കേട്ടോ. എനിക്ക് ഏതാണെന്ന് ഓർമ്മയില്ല. മീഷോ ആണെന്ന് തോന്നുന്നു. മീഷോ എന്നാണ് എടുത്തത്. അത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഓരോന്നായി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത്തവണ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ സദ്യ തന്നെയാണ് കഴിച്ചത്. പത്തനംതിട്ടയിൽ പോയിട്ട് 2 ദിവസം അടുപ്പിച്ച് സദ്യയായിരുന്നു. പിന്നെ അത് അവിടെ വന്നിട്ട് ഇപ്പോൾ ഇനി സദ്യ. പക്ഷേ സദ്യ എത്ര കഴിച്ചാലും മടുക്കില്ല. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കല്യാണ സദ്യകളൊക്കെ എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വലിച്ച് തിന്നാൻ പറ്റത്തില്ല. എന്നാലും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എല്ലാ വിഭവങ്ങളും ഫുള്ള് കഴിച്ച് എല്ലാം വടിച്ച് നിൽക്കുന്ന ടീമല്ല. എനിക്ക് എപ്പോഴും ബാക്കി ഉണ്ടാവും ഗൈസ്. വൈശാട്ടിനൊക്കെ നല്ല ഇലയിലുള്ള എല്ലാ സാധനവും കഴിച്ചാൽ ഇല മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. പശുവൊക്കെ വിചാരിക്കും ഏത് ജന്തുവാണ് ഇത് തിന്നല്ലേ. പക്ഷേ എൻ്റെ ഇല തിന്നുന്ന പശുവൊക്കെ ആണെങ്കിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. എന്താണ്, ഏതോ ഒരു ദാനധർമ്മിഷ്ഠയാണ് ഇത് കഴിച്ചതെന്ന്. കാരണം ബാക്കി കുറേ ഉണ്ടാവും. ഓക്കെ, ഞാൻ അല്ലെങ്കിൽ അങ്ങനെയാണ് എല്ലാവർക്കും കൊടുക്കും ഗൈസ്. അങ്ങനെ നമ്മളിതാ ഫുഡ് എടുത്തേക്കുന്ന പരിപാടിയിലാണ്. ഈ ചുമട്ടുകൂലി എന്നൊക്കെ കേട്ടില്ല, അതുപോലെ ഓരോ സമയം ഓരോ കഷ്ണം പീസ് എടുക്കും, കഴിക്കും, പിന്നെ ഓരോന്ന് കൊണ്ടുപോയേക്കും. ഇങ്ങനെയായിരുന്നു കേട്ടോ. എന്നെ കാണുമ്പോൾ തന്നെ അങ്ങ് തോന്നില്ലേ. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ തടിച്ച് ഗൈസ്. ഞാൻ നന്നായി മെലിഞ്ഞതായിരുന്നു. വയറ് നന്നായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഞാൻ കുറച്ച് തടിച്ചെന്ന് തോന്നുന്നു. സേട്ടൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറേൻ്റെ ഇടവന്ന് എന്തൊക്കെയോ കോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ വൈശാഖേട്ടനും അശ്വനിയും ഒരു കയർ കെട്ട ഗൈസ്. ഫുഡ് കഴിക്കാൻ അത്രയും നേരം വെറുതെ കുത്തിരിക്കുന്ന മനുഷ്യന്മാരായിരിക്കും. ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇവർക്കില്ലാത്ത തിരക്കുണ്ടാവില്ല. ഫോൺ കോള്, വേറെ എന്തെങ്കിലും, ബാത്റൂം പോകാൻ തുടങ്ങിയിട്ട് പല കാര്യം ഉണ്ടാവും. ഇവരെ ഇങ്ങോട്ട് കിട്ടുക കുറച്ച് പാടാണ്. എനിക്ക് ഈ കാര്യത്തിൽ മാത്രം ഭയങ്കര ദേഷ്യം പിടിക്കും കേട്ടോ. നമ്മൾ ഇത്രയും പണിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഏട്ടാന്ന് വിളിക്കുക, അപ്പോൾ അവർക്ക് തിരക്കായിരിക്കും. അശ്വിനി അതുപോലെ തന്നെ അവസാനം ചീത്ത പറഞ്ഞ എല്ലാത്തിനും കൊണ്ടുവന്നിട്ടോ. അതിൻ്റെ ഇടയിൽ കട്ട വീഡിയോ കോൾ ചെയ്ത് അമ്മമ്മയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കട്ടയും കല്യാണിയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമെന്ന് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ ഓനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്, പാവം ചെക്കൻ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നത് ഫുഡ് കഴിക്കാൻ പോവാണ്. എനിക്കാണെങ്കിൽ വിശന്ന് തലറിങ്ങിയിട്ട് പോയി കേട്ടോ. എനിക്ക് ഈ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്കും ഫുഡ് കഴിച്ചില്ല പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല ഗൈസ്. പക്ഷേ ഞാൻ അധികം കഴിക്കോ ഇല്ല. പക്ഷേ എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാവരും വിളിച്ച് അവസാനം ഞാൻ ഇരിക്കുകയാണേ ആരെങ്കിലും ഓടി വരുമോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. മുന്നത്തെ ഓണമൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, എല്ലാ പ്രാവശ്യവും ഓണം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഓണം ഇവിടെ നിന്ന് കഴിച്ച് രാവിലത്തെ പൂക്കളടലും ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഓണം കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് വീട്ടിലേക്ക് പോകും. അച്ഛന് ഇവിടെ ഉഷമ്മ ഉണ്ടാക്കിയ സാമ്പാർ, അതുപോലെ ഇളയമ്മ ഉണ്ടാക്കിയ കൂട്ടുകറി, ഇത് രണ്ടും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു അച്ചച്ചനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ പോകുമ്പം അതൊക്കെ പാത്രത്തിലാക്കി ഞാൻ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെയായിരുന്നു എൻ്റെ നോർമലി ഒരു ഓണം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാനിവിടെ ഉണ്ടാവാറില്ല. എല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒരു 2:30-3 മണിക്കാകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും. പിന്നെ ഞാൻ അന്ന് അവിടെ ആയിരിക്കും, എൻ്റെ വീട്ടിലായിരിക്കും സ്റ്റേ ഉണ്ടാവുക. ഇത്തവണ അതൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അച്ഛനെനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്തായാലും ഓണത്തിന് 2-3 ദിവസം മുന്നേ അച്ഛനും അമ്മയും എല്ലാവരും പാടെ ഇവിടേക്ക് വരും. പിന്നെ മക്കൾക്ക് ഓണക്കോടി കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്തു. പിന്നെ നമ്മളിവിടെ ഇല്ലായിരുന്നു. ഓണത്തിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളൊക്കെ പത്തനംതിട്ടയായിരുന്നു. അല്ലൂട്ടനും തുമ്മമ്മയ്ക്കൊക്കെ ഇത്തവണ കുറേ ഓണക്കോടികളായിരുന്നു കേട്ടോ. റീനമ്മയുടെ വക, ഉണ്ണിയച്ഛൻ്റെ വക, ഉണ്ണിയച്ഛൻ്റെ സിസ്റ്റേഴ്സ് ഉഷാൻറ്റി, ഗീതാൻറ്റി, അവരുടെ വകയും പിന്നെ നമ്മൾ വാങ്ങിച്ചതൊക്കെ ആയിട്ട് അമ്മമ്മ എല്ലാവരും വാങ്ങിച്ചു കൊടുത്തിട്ട് അല്ലുനും തുമ്പിക്കൊക്കെ ഒരുപാട് ഓണക്കോടികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ പണ്ടത്തെ ഓണം നമ്മൾ എന്തായാലും മിസ് ചെയ്യുമല്ലോ. അപ്പം അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരു ഔട്ട് ഓഫ് മൈൻഡ് ആയിരുന്നു. ഇങ്ങനെ ഇരുന്നു കുറേ നേരം. പിന്നെ ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ കുത്തിരുന്നു. അശ്വിനിനെ കിട്ടിയപ്പോൾ ദാഡിൻ്റെ തല മസാജ് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ടോ. അപ്പോൾ അശ്വിനി അവിടെ വീഡിയോ കണ്ടിരിക്കുകയാണ്, പെണ്ണ് സ്റ്റാറ്റസൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തലയിൽ കൂടെ വെറുതെ വിരലൊടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓളോളെ വീട്ടിൽ പോയിട്ടോ. അപ്പോഴത്തേക്കും തുമ്പമ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. തുമ്പമ്മ വന്നപ്പോൾ ഒക്കെ അമ്മമ്മ എന്നെ വാരി കൊടുക്കണം. അപ്പോൾ അമ്മമ്മ വാരി കൊടുക്കുകയാണ്. ഇത് അമ്മമ്മയ്ക്ക് ഞാൻ എടുത്തെടുത്ത ഓണക്കോടിയാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ടോ. കാരണം കുറേ പട്ടുസാരിയൊക്കെ കുറേ അമ്മമ്മയ്ക്ക് ഉള്ളതുകൊണ്ട് അമ്മമ്മ എന്നെ പറയും എത്രയാ പട്ടുസാരി അവിടെ ഉള്ളതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മമ്മയ്ക്ക് യൂസ്ഫുൾ ആണ്. ഇങ്ങനത്തെ ആകുമ്പോൾ അമ്മമ്മ ടൗണിലേക്ക് പോകുമ്പോഴോ എപ്പോഴാണെങ്കിലും അമ്മ ഇടും. അങ്ങനെ ഞാനിത് സാരി വാങ്ങിച്ചു കൊടുത്തായിരുന്നേ. വൈശാട്ടൻ ഇത്രയും അസൂയോടുകൂടി നോക്കുന്ന വേറൊന്നുമുണ്ടല്ല. അടുത്ത മസാജർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉഷമ്മ. ഉഷമ്മേനെ മടി കിടന്ന് ഞാൻ അമ്മയ്ക്ക് മസാജ് ചെയ്തിരുന്നത്. അതിനാണ് വൈശാട്ടൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു നോക്കാൻ കേട്ടോ. കാരണം വൈശാട്ടന് മസാജ് കിട്ടണില്ലല്ലോ. പിന്നെ അമ്മായി ചാവട്ടെ എന്നിട്ട് വേണം കട്ടിൽ ഒയ്യാന്ന് പറഞ്ഞ പോലെ ഞാനായിരുന്നു എണീക്കേണ്ട താമസം. അച്ഛൻ ചാടി വന്ന് കിടന്നുറങ്ങുന്നത്. അപ്പുറത്തെ സോഫയിൽ അമ്മ കിടന്നുറങ്ങുന്നത്.
ഇവിടെയാണെങ്കിൽ ദാ അമ്മച്ചനും അമ്മമ്മയൊക്കെ നല്ല ഉറക്കമാണ്. അപ്പുറത്ത് അല്ലൂട്ടനും ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് തുമ്പമ്മേൻ്റെ നൈസായിട്ടൊരു പ്രയോഗം. അച്ഛ തുമ്പിക്ക് വളയില്ല, മഞ്ഞ വള മാത്രമേ ഉള്ളൂ, റെഡ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വൈശാട്ടൻ പറഞ്ഞു എന്നാ വാ അച്ഛൻ വള വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിയിട്ട് പോവാണ്. ആക്ച്വലി എനിക്കപ്പം എന്താ പറയുക, ഞാനപ്പോൾ എന്തോ ഒരു ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഈ സമയത്ത് ഞാൻ വീട്ടിലങ്ങനെ ഇരിക്കാറില്ലല്ലോ. അങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന സ്വഭാവമുണ്ടേ. കുറച്ച് ഓവർ തിങ്കിങ് ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വൈശാട്ടൻ വാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയത്. എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാകുമ്പം നമുക്ക് പിന്നെ വേറൊന്നും അത്ര അങ്ങോട്ട് യേശുവില്ലല്ലോ. അപ്പോൾ അതിലെനിക്ക് ഏട്ടൻ ഈ ഓണത്തിന് ഇവിടെ ഉണ്ടായത് എന്തുകൊണ്ടും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ഡൗൺ ആയി പോയേനെ ഇല്ലേ. അമ്മേൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല, പിന്നെ ഓണത്തിനാണെങ്കിലും ഞാൻ വീട്ടിൽ തന്നെ അങ്ങനെ ചടഞ്ഞിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. ഇപ്പോൾ ഏട്ടനുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു എന്താ പറയുക ഹാപ്പി അത്ര തന്നെ. അപ്പോൾ ഞങ്ങൾ പോയി തുമ്പമ്മയ്ക്ക് ഇഷ്ടമുള്ള വളകളൊക്കെ എടുത്തു കേട്ടോ. അവൾക്ക് ഇല്ലാത്ത കളേഴ്സൊക്കെ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തുമ്പി അമ്മ അവിടെ വള സെലക്ട് ചെയ്യും, ഞാൻ അവിടെ കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓടി നടന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൈശാട്ടൻ ഇവരെയും കൂട്ടി വന്ന് എനിക്കിപ്പോൾ നഷ്ടമാകുമെന്ന് കാണുന്നു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ തുമ്പിക്ക് ബ്ലൂ, റെഡ്, പിന്നെ അപ്പുറത്തുനിന്ന് ബ്ലാക്ക്, ഗ്രീൻ ഒക്കെ പറഞ്ഞ് 4 സെറ്റ് വളയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാ വൈശാട്ടിന് ഈ ഒരു സാധനം കണ്ടപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുകയാണ് തുമ്പമ്മയ്ക്ക് കേട്ടോ. പക്ഷേ ഇതൊരു തെരുവിലെ മോളെ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചു കേട്ടോ. ഇനി കളിപ്പാട്ടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് നല്ല ചീത്ത കേൾക്കും. എൻ്റെ സൗണ്ടൊക്കെ കുറയുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ അടുത്ത പനി എനിക്കാണോ ദൈവത്തിനറിയാം. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് വേറെ ഫാൻസി കറി മുതലെടുക്കുകയാണല്ലേ സജി എന്നുള്ള മട്ടിലായിരുന്നു വൈശാട്ടൻ. പക്ഷേ പാവട്ടോ ഏട്ടൻ പറഞ്ഞ് വാങ്ങിച്ചോന്ന്. അങ്ങനെ ഞങ്ങളിതാ ബ്ലാക്കും ഗ്രീനൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. അങ്ങനെ അവൾക്ക് 4 സെറ്റ് വള വാങ്ങുമ്പോൾ നമ്മളായിട്ട് നോക്കി നിൽക്കരുതില്ല. അപ്പോൾ റെയിൻ ഡ്രോപ്പ് വളാസ് ഞാൻ അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മൾട്ടി കളേഴ്സ് തന്നെ ചൂസ് ചെയ്തു, കാരണം ബാക്കി കളേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഇതും വാങ്ങിച്ചു. അണ്ണാച്ചിയെന്ന് പറയരുത് ഗൈസ്, രസല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് കുപ്പിവളകൾ ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കയ്യിലില്ലാത്ത കളേഴ്സ് എനിക്ക് അവിടെ നിന്ന് കിട്ടാനുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോൾ ബൈക്കിൽ നിന്ന് എൻ്റെ സുന്ദരിയുടെയും കുറച്ച് എന്താ പറയുക വളയുടെ ഷോ ഓഫായിരുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും പട്ടിഷോ അത്ര തന്നെ. പക്ഷേ എന്നാലും ഞാൻ കുറേ ഹാപ്പിയാണ്. കാരണം എനിക്കിപ്പോൾ എത്ര രൂപേൻ്റെ ഗിഫ്റ്റാണ് അങ്ങനെയൊന്നുമല്ല കേട്ടോ. പക്ഷേ നമ്മളെ അറിഞ്ഞിട്ട് നമുക്ക് വാങ്ങിച്ചു തരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടറിഞ്ഞ് വാങ്ങിച്ചു തരിക, കണ്ടറിഞ്ഞ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അത് എപ്പോഴും നമുക്ക് ഭയങ്കര വാല്യൂ ഉള്ളതായിരിക്കും അല്ലേ. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സങ്കടം മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്തു തരുന്ന ഓരോ കാര്യം, അതിപ്പോൾ നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ വീട്ടുകാരോ അല്ല ഹസ്ബൻഡ് വീട്ടുകാരോ ആരാണെങ്കിലും നമുക്ക് അറിഞ്ഞ് നമ്മളെ വിളിക്കുക, നമ്മളെ അടുത്ത് കാര്യങ്ങൾ പറയുന്നതൊക്കെ ചെയ്യുന്നതൊരു സന്തോഷമുള്ള കാര്യമല്ലേ, അതന്നെ. അപ്പം ആ വിധത്തിൽ ഐ ആം ലക്കി. ഓക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് തുമ്പമ്മ ഓരോ വളകളൊക്കെ ഇട്ട് അമ്മച്ചനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ആക്ച്വലി അമ്മച്ചനും അമ്മമ്മയും ഈ ഓണത്തിന് ഇവിടെ ഉണ്ടായത് എനിക്ക് ഒരുപാട് റിലാക്സിങ് ആയിരുന്നു. വെച്ചാൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, പ്രീ പ്ലാൻഡും അല്ല. ലൈക്ക് ഓണത്തിന് ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അമ്മേൻ്റെ അടുത്ത് നിന്ന് ഓണത്തിന് മുമ്പ് എന്തായാലും പോരും. പിന്നെ നേരത്തെ വരികയാണെങ്കിൽ അമ്മമ്മേനെ അമ്മച്ചനും വയനാട്ടിലാക്കി കൊടുക്കാമായിരുന്നു. കാരണം അമ്മമ്മയ്ക്ക് അമ്മച്ചനും അവിടെ കുറേ പേർക്ക് സദ്യ ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. മോളെ പ്രാവശ്യം ഓണം അയ്യോ അവിടെ പോയല്ലോ എന്നൊക്കെയുള്ള സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ അവിടേക്ക് ആക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് അമ്മമ്മയും അമ്മച്ചനും ഇവിടെ ആയത്. പക്ഷേ അത് എനിക്കൊരു സന്തോഷമായിരുന്നു, കാരണം എനിക്ക് ഒരു കൂടെ ഉണ്ടായപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോവാണ്. ഇവിടെ കണ്ടില്ലേ ഗൈസ്, വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടോ. ഈ ചേട്ടൻ ഓട്ടോ അവിടെ നിർത്തിയിട്ടായിരുന്നു. പക്ഷേ ആ കാറ് വന്ന് ഇങ്ങോട്ട് ഇടിച്ചിട്ട് തെറിപ്പിച്ച് അവിടെ വരെ തെറിപ്പിച്ചളഞ്ഞ്. കാറിൻ്റെയും ഓട്ടോൻ്റെയും ഒക്കെ ഒരു കോലം നോക്കിയാലേ ആളപായം അല്ലാഞ്ഞത് എന്തോ ഭാഗ്യം. പക്ഷേ ആ ചേട്ടൻ എന്തൊക്കെയോ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലേക്കാണ് പോണത് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ അമ്മമ്മേനെയും വിളിച്ചു. അമ്മമ്മയും വായോ നമുക്ക് എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ചിട്ടൊക്കെ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മമ്മേനെയും കൂട്ടി അങ്ങനെ ഞങ്ങളിതാ തറവാട്ടിലേക്ക് പോകാമല്ലോ കേട്ടോ. ഭയങ്കര കാര്യമായിട്ട് അമ്മമ്മയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫസ്റ്റ് സല്യൂച്ചിൻ്റെ അടുത്തേക്കാണ് പോണത്. അഞ്ചു അച്ചു ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പോണ വയ്ക്കാൻ ഒരു ദിവസം പറഞ്ഞു കൊടുക്കുക. അവിടെ സല്ലു അമ്മയാണുള്ളത്. സല്ലു അമ്മയ്ക്ക് 2 മക്കളാണ്, അഞ്ചു അച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ സല്യൂച്ചിൻ്റെ വീട്ടിലേക്ക് പോവാണ്. പോണ വഴിക്ക് ഇതാ നമ്മൾ അശ്വിനീൻ്റെ വീടൊക്കെ അമ്മമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. അമ്മമ്മ മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ അമ്മമ്മയ്ക്ക് ഇതൊന്നും ഓർമ്മയില്ല കേട്ടോ. വത്സൻ വലിച്ചനാണെന്ന് കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ വലിച്ചൻ എന്ന് ചതിച്ച് ഗൈസ്. രാവിലെ പൂവിടാൻ വേണ്ടിയിട്ടേക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അശ്വിനീനെ വിളിക്കുക. അപ്പോൾ അശ്വിനി നല്ല സൈഡായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ വലിച്ചൻ പറഞ്ഞു ഞാൻ വരാം പൂവിടാനെന്നൊക്കെ. പിന്നെ ആ വഴിക്ക് ഞാൻ വലിച്ചനെ കണ്ടില്ല കേട്ടോ. അതൊക്കെ പറഞ്ഞ് വലിച്ചനോട് കത്തിയടിച്ച് ഞാൻ അപ്പോൾ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങടേക്ക് പോവാണ്. അപ്പോൾ ഇനി സലുവേച്ചിൻ്റെ അടുത്ത് പോയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴിക്കട്ടെ. അപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ കഴിച്ചതല്ലേ, ഞാൻ കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി സ്പേസ് ഇട്ടിട്ടാണ് കഴിച്ചത്. കാരണം സലുവേച്ചിൻ്റെ വീട്ടിലെ വരണമെന്ന് എനിക്ക് അറിയാമല്ലോ. സലുവേച്ചിൻ്റെ ചെമ്മീൻ റോസ്റ്റ്, അതുപോലെ ചിക്കൻ ജീരകം കുരുമുളക് മഞ്ഞപ്പൊടിയൊക്കെ മാത്രം ഇട്ടിട്ട് വെക്കുന്ന ഒരു വെപ്പുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കയറി ചെന്നപ്പോൾ അച്ചു അഞ്ചും സലീച്ചു ഉണ്ണിമാമൻ വെല്ലിച്ചൻ എല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വേഗം കയറി. അമ്മമ്മ അത് എല്ലാവരോടും വർത്താനം. അമ്മമ്മ പിന്നെ വർത്താനം പറയാൻ ആരെയും കിട്ടിയ സന്തോഷമാണ് കേട്ടോ.
അങ്ങനെ ഇതാ അവിടെ ഇരുന്ന് അവരൊക്കെ വർത്തമാനം പറയുന്ന സമയം കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയി അടുക്കളയിൽ പോയി നോക്കട്ടെ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. അങ്ങനെ അടിപൊളി പാലട പായസം ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സലീഷ് ചെടി ഞാൻ ഈ നൈറ്റ് ഒക്കെ നിൽക്കുന്ന ഈ വീഡിയോ എടുക്കണമെന്ന് നിൽക്കുക, പക്ഷേ നൈറ്റിൽ എന്താ സലീഷിനെ കാണാൻ നല്ല ഭംഗിയില്ലേ അല്ലേ. ഈ വൈശാടിനൊക്കെ അല്ലൂട്ടൻ്റെ പ്രായം അതിനും ചെറുത് തുമ്പീൻ്റെ പ്രായം തൊട്ടിട്ടേ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ കളിച്ച് വളർന്ന കുട്ടിയാണ്. സലീഷ് ചെയ്യുന്നു എപ്പോഴും നോക്കുക. അങ്ങനെ ഇപ്പം അശ്വിനി മക്കളെ നോക്കില്ലേ, അതുപോലെ സലീച്ചിക്ക് നോക്കാനുള്ള 2 മക്കളേനു. രണ്ടല്ല അവരെല്ലാവരും, അശ്വിനീൻ്റെ ചേച്ചിയും അതുപോലെ വൈശാഖേട്ടനും കട്ടയും എല്ലാവരും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അവിടുന്ന് ചോറും ചിക്കനും പിന്നെ കുറച്ച് ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചു. വൈശാട്ടിന് ചോറ് വേണ്ട, കാരണം അവിടെ നന്നായി വെട്ടി വീങ്ങിയിണ്ടേ. അതുകൊണ്ട് ഇച്ചിരി ചോറും പിന്നെ ചിക്കൻ പൊരിച്ചതും ഒക്കെ കൂടെ കൂട്ടി ചേട്ടനും ഒന്ന് കൈ പിടിച്ചു. അമ്മമ്മയ്ക്ക് അതൊന്നും വേണ്ടാന്നുള്ളതുകൊണ്ട് പായസം കുടിച്ചിട്ട് അമ്മമ്മ അവിടെ ഇരുന്ന് കാര്യമായിട്ട് വർത്തമാനം പറയട്ടെ. ഉണ്ണിമാമനും വലിയച്ഛനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കാര്യമായിട്ട് അവിടെ വർത്തമാനം ഉണ്ട്. അപ്പോൾ തുമ്മമ്മ പോയി ചോദിക്കുന്നുണ്ട് അമ്മമ്മ വരുന്നുണ്ടോ പോകാമെന്നൊക്കെ ചോദിക്കുകയാണേ. അങ്ങനെ അഞ്ചു ഇവിടെ വന്നിരിക്കുന്നത് എന്താ ഉദ്ദേശം എന്നറിയോ, ഞാൻ ക്യാമറ പിടിക്കണ്ടല്ലോ, അപ്പോൾ അപ്പുറത്ത് പോയിരുന്ന അവൾ ക്യാമറ കൊടുക്കുമല്ലോ, അതുകൊണ്ട്. പക്ഷെ ഞാൻ വിടുമോ, അവൾക്ക് എന്നെ അറിയില്ല. അങ്ങനെ ഇത് അവളടുത്തിരുന്ന് ഇനി ഇവളടുത്ത കല്യാണ പെണ്ണാണ് കേട്ടോ. കല്യാണമൊക്കെ സെറ്റായിട്ടുണ്ട്, കൊച്ചു ഗള്ളി. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ നമുക്ക് അടിച്ച് വിളിക്കാനുള്ളതാണത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റാ ബൈബൈ പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇറങ്ങാൻ നിന്നാലും കുറച്ച് നേരം പിന്നെയും വർത്തമാനം പറഞ്ഞാൽ അവിടെ തന്നെ തങ്ങി നിൽക്കുമെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല, ഇവരൊക്കെ ഒന്നൊരു തീരുമാനത്തിലെത്തട്ടെ. അവിടെ പോയി അച്ഛനും മോനും പുളിയൊക്കെ വാരി വാരി തിന്നിട്ട് ഈ അല്ലൂസും വൈശാട്ടിനും ഒരേപോലെ ആയിട്ട് ഇവർക്ക് ടേസ്റ്റ് എരിവ് പുളി ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. തുമ്പമ്മയ്ക്ക് നല്ല മധുരമാണ് ഇഷ്ടം. അല്ലൂസ് ഈ പുളിയൊക്കെ പച്ചയ്ക്ക് തിന്നുമ്പോൾ ഇങ്ങനെ നാക്കൊക്കെ പുളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈശാഖേട്ടൻ എന്നാ വടീൻ്റെ മുകളിൽ കയറി കളിക്കാൻ തുടങ്ങിയപ്പം അല്ലൂസിൻ്റെ അടുത്തുനിന്ന് വൈശാട്ടിനൊന്ന് കിട്ടിയിട്ടാ അതിന് ഓടിയിരുന്ന അല്ലൂസ്. വൈശാട്ടിന് എങ്ങനെയുണ്ട് ഡ്രസ്സ്, നല്ല രസമല്ലേ. ഇത് റീനമ്മേൻ്റെ വകളിൽ കോടിയാണ് കേട്ടോ. വൈശാട്ടിന് നല്ലതായിരുന്നു. പിന്നെ ആ മുണ്ട് എൻ്റെ സെലക്ഷനാണ്, ഞാൻ വാങ്ങിച്ചു കൊടുത്താണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങിയത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് വർത്താനം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ അല്ലോട്ടാണ് കേട്ടോ ആ വലിയ വടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ എന്തിനപ്പോൾ എടുക്കണമെന്ന്. ഞാൻ വിചാരിച്ചില്ല വൈശാട്ടിനെ കാലിനിട്ട് കൊട്ടുന്നു, പക്ഷെ അവൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. തുമ്പി ചെറിയ വടി എടുത്തിട്ട് ചന്തിക്ക് ഇങ്ങനെ കൊട്ടണുണ്ട്, അപ്പം ചെക്കൻ വലിയ വടി എടുത്ത് കാലിനൊരു കൊട്ടങ്ങ് കൊടുത്ത്. ഗൈസ് കണ്ടോളൂ, ഇനി ഇവനെ തന്തേത്തല്ലി പോന്നാന്ന് പറയുന്നത് കണ്ടോ, നല്ല വേദന കേട്ടോ. പിന്നെ ചെക്കൻ ആകെ പണി പാളിയോ എന്നൊരു സംശയം. പിന്നെ ആടിട്ടിട്ട് ചെങ്ങായി ഓടിട്ടോ. ഏട്ടൻ വടി എടുത്തപ്പോഴത്തേക്കും ഓടി. നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ടാണ് വൈശാട്ടൻ, നീ ധൈര്യം ഉണ്ട് ഇന്ത്യയിലേക്ക് വാടാന്ന് പറയുന്ന പോലെയാണ് വൈശാട്ടൻ നിന്നത് അല്ലേ തുമ്പി, അല്ലേ? തുമ്പി പറഞ്ഞു കൊടുക്ക്. തുമ്പിക്ക് പനിയാണ് പറഞ്ഞു കൊടുക്ക്. അതെന്തോ പറഞ്ഞോ. തുമ്പിക്ക് പനിയാണ്, അതുകൊണ്ട് തുമ്പി റെസ്റ്റ് എടുക്കുക പറയും. ഏറെക്കുറെ ഇരുടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് അശ്വിനീൻ്റെ വീട്ടിലും കൂടെ ഒന്ന് ഒപ്പ് വെച്ചിട്ട് വേണം അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അവിടെ ഓണമൊന്നുമില്ല, എന്നാലും നമ്മൾ തറവാട്ടിലൊക്കെ കയറല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടെ കയറിയിട്ട് അമ്മമ്മേനെ അവിടെ വലിയച്ഛനും വലിയമ്മയ്ക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ അതുല്യുണ്ട്, അശ്വിനി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ. അഞ്ചു അച്ചുവിനോടും പിന്നെ സലുവേച്ചിനോടൊക്കെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, കുട്ടികളൊക്കെ ഇപ്പോൾ പോസ് ചെയ്യാൻ തുടങ്ങിയിരിക്കും. പണ്ടാണെങ്കിൽ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഏതോ കണ്ടം വഴി ഓടുകയാണ് ചെയ്യുക. ഇപ്പോഴും അതിന് മാറ്റമില്ലാത്ത അശ്വിനിക്ക് മാത്രമാണ് കേട്ടോ. അശ്വിനി ഇപ്പോഴും നൈസായിട്ടൊക്കെ ഒന്ന് മുങ്ങും, പിന്നെ ഇടയ്ക്ക് കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോഴാണ് കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു അശ്വിനീൻ്റെ മാസ്മരികത നിറഞ്ഞ പെർഫോമൻസ്. അങ്ങനെ ഇതാ നമ്മൾ അശ്വിനിയുടെ വീട്ടിലേക്കാണ് അടുത്തതായി പോകുന്നത്. വൈശാഖട്ടം മറ്റേ ഗുണ്ട ബിനു കണ്ണങ്കര കോളനി എന്നുള്ള മട്ടിലാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഓവറാക്കുകയാണ് ഇത് കണ്ടോ, മസിലൊക്കെ പിടിച്ചിട്ട് എങ്ങനെ പോവുകയാണ്. അങ്ങനെ ചെന്ന പാടെ ഞങ്ങൾ ഒരാളെ കണ്ടു, ഞാൻ കാണിച്ചു തരാം. ഞാനും അമ്മമ്മയും കൂടെ, അമ്മമ്മയ്ക്കുണ്ടല്ലോ നടക്കുമ്പോൾ ചെറിയ പെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നടന്ന് കുറച്ചിങ്ങനെ നടക്കുമ്പോഴാണ് അമ്മ പറയുന്നത് ചെസ്റ്റിന് അവിടെ പെയിനായിട്ട് ഞങ്ങൾക്കും ഇപ്പോൾ ഒരു പേടിയാണ്, ഇനിയിപ്പോൾ വയനാട്ട് പോയാലും എങ്ങനെയാണെന്ന് കലിച്ച്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഓപ്പോഡ് അടിക്കുകയാണ് കേട്ടോ. മറ്റേ സ്വപ്നക്കൂടിൽ കൊച്ചിനിപ്പോൾ ഓപ്പോഡ് അടിക്കില്ല, അതുപോലെയാണ് ഓൾ കോളേജിൽ നിന്ന് വന്ന ഒരു ദിവസം ഒരു ഓപ്പോടും. അങ്ങനെ ഞങ്ങൾ അശ്വിനീൻ്റെ അടുത്ത് ഒപ്പ് വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് കയറി കേട്ടോ. ആക്ച്വലി ഇത് വൈശാഖേട്ടൻ്റെ അച്ഛൻ്റെ, അതായത് നമ്മളെ പാച്ചു അച്ഛൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ വീടാണ് കേട്ടോ. അതായത് വൈശാഖേട്ടൻ്റെ വല്യച്ഛൻ്റെ മോളാണ് അശ്വിനി. ഇത് അശ്വിനിയുടെ അമ്മയാണ് കേട്ടോ, മിനി വല്യമ്മ. പിന്നെ അത് അശ്വിനി അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഓപ്പോഡിൻ്റെ അവിടെ നിന്ന്. ഇത് അവളുടെ ചേച്ചിയാണ് അതുല്യ. അപ്പോൾ തുമ്പി വേഗം പോയിട്ട്, തുമ്പിക്ക് പനിയും കൂടി ആയതുകൊണ്ട് പിന്നെ ഒരു പാവത്തം കളിയായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇതാ അച്ചു അഞ്ചു സലുവേച്ചി ശ്രീമതിയേച്ചി ഒക്കെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു നിങ്ങളാരോ കുമ്പിടിയോന്ന്, ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും നിങ്ങളെ കണ്ടു എന്നൊക്കെ. പിന്നെ ഞങ്ങളിതാ കുറേ നേരം റൂമിൽ വർത്താനൊക്കെ പറഞ്ഞിരുന്ന്. പിന്നെ ഇതാ ഞങ്ങളിങ്ങനെ ഓരോ ഡ്രസ്സിൻ്റെ മോഡല് പിന്നെ അതിൻ്റെ കളറ് അങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കത്തിരിക്കുക. ഞങ്ങൾ കത്തിരിക്കാൻ തുടങ്ങിയാൽ പിന്നെ സമയവും കണക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇരുന്ന് ബ്ലാ
ബ്ലാ ബ്ലാ അടിച്ചോളൂ, മൂന്നും കണക്കാണ്. അപ്പോൾ ഇതാ അഞ്ചു അച്ചു ഞാനും കൂടെ കുത്തിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ സമയം പോണതേ ഞങ്ങൾ അറിഞ്ഞില്ല. അത് കഴിഞ്ഞതാ ഇവരൊക്കെ പോകും. അപ്പോഴത്തേക്കും ഭക്തേട്ടൻ വന്ന്, വൈശാട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ ഒരു വർത്താനം പറഞ്ഞിരിക്കേനി. അപ്പോഴത്തേക്ക് ഇത് അവരെല്ലാവരും കൂടെ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ സത്യം പറഞ്ഞിട്ട് ഒരു ദിവസം പോയത് എങ്ങനെയാണെന്നില്ല, ചടപടേ എന്ന് അങ്ങോട്ട് പോയിട്ടാ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ അവിടെയൊക്കെ ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-ാം ദിവസം പൂവിടുമോ? അമ്മമ്മ പറഞ്ഞു, വീട്ടിലൊന്നും ഞാൻ അങ്ങോട്ട് കണ്ടിട്ടില്ല, അതാ ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആചാരങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, ജസ്റ്റ് അറിയാലോ. അങ്ങനെ നമ്മൾ സലിവച്ചിയും ഒക്കെ അത് ലാസ്റ്റ് വേണ്ടി കേട്ടോ, ഒരെപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞൊന്ന് കാത്തു നിന്നാലേ സലിവച്ച് ഇറങ്ങുള്ളൂ. അങ്ങനെ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. എത്ര അങ്ങനെയാണല്ലേ, കുറച്ച് സഹിച്ചാളി കേട്ടോ. പിന്നെ അങ്ങനെ വേണ്ട, പിന്നെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഫുഡ് അടിച്ച് കിടന്നുറങ്ങണം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. പക്ഷേ ഞങ്ങൾ അതിനെ അനുവദിച്ചില്ല ഗൈസ്. നമ്മുടെ ഇത്തവണത്തെ ഓണം അവസാനം ഹോസ്പിറ്റലിലാണ് എത്തിയത്. നല്ല പനി വെച്ചാൽ തുമ്പി ഇങ്ങനെ പൊള്ളു കേട്ടോ, വിറയൽ പോലത്തെ പനിയായിരുന്നു. ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം വണ്ടി എടുത്തിട്ട് പോയി. ഞാനും വൈശാട്ടനും കൂടെയാണ് തുമ്പീനെ കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ചെന്നപ്പം നല്ല ഡിഗ്രി ഫീവറായിരുന്നു. നല്ല ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ തന്നെ കാണിച്ച് പോരാനൊന്നും പറ്റിയില്ല, ഒബ്സർവേഷനിലായിരുന്നു. പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞു. മെഡിസിൻ കൊടുത്തു, സ്പോഞ്ചിങ് ഒക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം നിന്ന്, എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറിനടുത്ത് നമ്മളവിടെ നിന്നിട്ടുണ്ട്. അങ്ങനെ നിന്നതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് റീനമ്മ വീഡിയോ കോൾ ചെയ്തു, കല്യാണിയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ സ്പോഞ്ചിങ് ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഫീവറിൻ്റെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം റണ്ണിങ് നോസോ അല്ലെങ്കിൽ ചുമ അങ്ങനത്തെ കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിക്ക് ചുമ തലേന്നുണ്ടായിരുന്നു, അത് മാത്രം, അല്ലാതെ പനി മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. തുമ്പിയാണ് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നുവെച്ചാൽ ഒക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. പിന്നെ സ്പോഞ്ച് ചെയ്യാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു മക്കളെ. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പനി കുറഞ്ഞാൽ മതി എന്നൊരു ചിന്തയായിരുന്നു. പിന്നെ പിറ്റേന്ന് നമ്മൾ അമ്മമ്മേനെ അമ്മച്ചിനെ കൊണ്ടാക്കാൻ വയനാട്ട് പോകണം, എന്നിട്ട് ഒരു ദിവസം അവിടെ നിന്നിട്ട് വരാമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായി ഏകദേശം ആ പ്ലാനൊന്നും ഇനി വർക്കിംഗ് ആയിരിക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്പീനെയും കൊണ്ട് നമ്മളെന്തായാലും വയനാട്ടിലേക്ക് പോകണ്ട, ഒന്നാമത് തണുപ്പാണ്, അപ്പോൾ വേണ്ടാന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുട്ടിക്ക് വിശന്നു കേട്ടോ. വീട്ടിൽ നിന്ന് എത്രയോ നിർബന്ധിച്ചിട്ടും ചോറ് കഴിക്കാനൊന്നും കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ബ്രെഡൊക്കെ കൊടുത്തു, ബ്രെഡൊക്കെ കൊണ്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ അച്ഛനും മോളും കൂടെ അമ്പിളിമാമനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളൊരു അച്ഛൻകുട്ടി ആയിട്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇനി ഇവൾ അങ്ങനെ ആവുന്നു, പക്ഷേ ഇവൾ ഭയങ്കര അച്ഛൻകുട്ടിയാണ് ഇപ്പോൾ. അങ്ങനെ ഇതാ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു, അവളെയൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പോരാമെന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇനി മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം, ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട് മേ ബി. അപ്പോൾ ഇങ്ങനെ കൂടുകയാണെങ്കിൽ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഡേയ്സിനുള്ളിൽ ഫീവർ കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓണത്തിന് ലാസ്റ്റ് ഞങ്ങൾ നന്നായി ടെൻഷൻ അടിച്ചു. ഹോസ്പിറ്റലിലായി, എന്താ പറയുക, ഒക്കെ ട്രാവലിനോടനുബന്ധിച്ചുള്ളതാണെന്ന് പറഞ്ഞ് ആശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതല്ലേ നല്ലത് അല്ലേ? അല്ലാതെ ബാക്കി നമ്മൾ ഈ അന്ധവിശ്വാസത്തിലൊന്നും നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ കണ്ണേറ് അല്ലെങ്കിൽ പ്രാക്ക് ഇങ്ങനത്തെ സംഭവങ്ങളില്ല, അതിലൊന്നും നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും എന്താ പറയുക, നല്ലതിൽ വിശ്വസിക്കുക അത്ര തന്നെ. അപ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു. പിന്നെ അവളൊരു പ്രാവശ്യം ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം മേ ബി ഇത് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ തുമ്മമ്മ നന്നായി ഞെട്ടിച്ചു. അപ്പം മാത്രമല്ല, തിരിച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കും അല്ലുടൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അല്ലുടൻ ഭയങ്കര ടെൻഷനായിരുന്നു. അവൾ അത്രയും പൊള്ളുന്ന രീതിയിൽ ഞങ്ങളൊക്കെ പേടിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങാണ്ട് കാത്തിരുന്നു കേട്ടോ. തുമ്പിനെ കണ്ടപാട് ഉമ്മ കൊടുക്കാനൊക്കെ ഓടി വരികയായിരുന്നു. പിന്നെ ഞാൻ അധികം അടുപ്പിച്ചില്ല, പനിയല്ലേ, അപ്പോൾ അവനും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. മക്കൾക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെല്ലാം കയ്യിൽ നിന്ന് പോകുമല്ലേ. നമ്മളെത്ര ഹാപ്പിയാണെങ്കിലും എത്ര പവർഫുള്ളാണ്, മെൻ്റലി ആണെങ്കിലും ഭയങ്കര പവറാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മക്കൾക്ക് തന്നെ വന്നാൽ നമ്മൾ നല്ല കാറ്റയച്ചിട്ടു എന്ന് പറഞ്ഞ പോലെ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ന്യൂസൊക്കെ ഇങ്ങനെ കേൾക്കുന്നതല്ലേ ഓരോ അസുഖങ്ങളെക്കുറിച്ചും ഒക്കെ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ടെൻഷനല്ലേ. ഓൾറെഡി നമ്മളെ മൈൻഡിൽ പല കാര്യങ്ങളും ഓടിയായിരിക്കും ടെൻഷനും കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കൂടി ആകുമ്പോൾ അങ്ങനെ എന്തായാലും ഒന്ന് നന്നായി ടെൻഷൻ അടിച്ചു. പക്ഷേ അത് അവിടെ കൊണ്ടും അവസാനിച്ചില്ല. രാത്രി ഞങ്ങളൊരു ഉറങ്ങി എണീറ്റ് നെക്സ്റ്റ് ഡോസ് പാരസെറ്റമോൾ കൊടുക്കാൻ വേണ്ടി എണീറ്റ് തൊട്ട് നോക്കിയപ്പോൾ എൻ്റെ കുട്ടിക്ക് പൊള്ളുന്ന പനിയായിരുന്നു. ആകെ ഞങ്ങൾ പേടിച്ചു പോയിട്ടോ. ഐശായേട്ടനാണത്. ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ തുണി നനച്ചിട്ട് സ്പോഞ്ച് ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് തുമ്പമ്മ ഓക്കെ ആയത്. പക്ഷേ
ഇടവിട്ട് പനിക്കുണ്ടായിരുന്നു കേട്ടോ കുട്ടിക്ക്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പം അമ്മമ്മേനെയും അമ്മച്ചനെയും കൊണ്ട് ഇന്ന് വയനാട്ടിലേക്ക് പോണത് വൈശാഖേട്ടനും പാച്ചുച്ചനും അല്ലൂസുമാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഞാനും വൈശാഖേട്ടനും മക്കളും കൂടെ പോവാം, എന്നിട്ട് ഒരു ദിവസം അവിടെ നിൽക്കുക പ്ലാനിങ് ഒന്നും എന്തായാലും നടന്നില്ലല്ലോ. ഇങ്ങനെ പനിച്ചുകൊണ്ട് ഇവളെയും കൊണ്ട് പോയാലും ശരിയല്ലോ. നല്ല കട്ടിയുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്തത് അല്ലൂസിൻ്റെ ബനിയനാണ് കേട്ടോ. പിന്നെ വേറെ എന്തിട്ടില്ലല്ലോ, ഏട്ടൻ്റെ ഇട്ടാൽ കുട്ടിക്കൊരു സന്തോഷമാണ്. പിന്നെ എൻ്റെ തുമ്പമ്മ കരയാണ് കേട്ടോ. ഓളെ വിചാരം ഓളും പോകണുണ്ടെന്നായിരുന്നു. പോണില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്ക് ആകെ സങ്കടമായി. അല്ലൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പോകുന്നതിൻ്റെ. അങ്ങനെ ഇന്ന് ഇപ്പം അവർ പോവുകയാണ്. അമ്മമ്മ അമ്മച്ചന് പോകുമ്പോൾ എന്തോ പോലെ കുറേ ദിവസമായിട്ട് നമ്മൾ ഒരുമിച്ചല്ലായിരുന്നോ. അങ്ങനെ അമ്മമ്മയ്ക്കും ആകെ സങ്കടം, തുമ്പി കരഞ്ഞിട്ട് അമ്മമ്മയ്ക്ക് ആകെ സങ്കടമാവുക എന്നൊക്കെ പറയായിരുന്നേ. അമ്മച്ചനെ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വെച്ചിട്ട് വരും. അമ്മന് തൊട്ട് കരയല്ലേടാ. വൈശാഖേട്ടനും അമ്മമ്മയും അമ്മച്ചനും എല്ലാവരും സൈഡായിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി അത്രയും ദൂരം യാത്ര കഴിഞ്ഞതല്ലേ, ഒരു ദിവസമല്ലേ റെസ്റ്റ് വന്നിട്ടുള്ളൂ. അതും റെസ്റ്റ് അല്ല, വൈശാഖനൊന്നും അപേക്ഷിച്ച് വൈശാഖേട്ടൻ റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല. മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. എന്നാലും ഇപ്പോൾ മൂക്ക് പനിയാണ്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ശരിക്കും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ട്രാവൽ ചെയ്യുക, അതും ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ ഇതാ അവരെല്ലാവരും പാടെ പോവാണ്. നല്ലപോലെ ഇരിക്കണേ, ബുദ്ധിമുട്ടാക്കരുത് കേട്ടോ ആരെ. അമ്മയും മോളും പോരൂല. അയ്യയ്യേ പറയോരോട്, അയ്യയ്യേ. ആ ഞാനും അമ്മയും വരില്ല അവരെ. ആ അല്ല പിന്നെ അല്ലേ, അച്ചച്ച അങ്ങോട്ട് വരേണ്ടിട്ടോ അവരെ. ഓക്കേ പറയും. ബൈ പറഞ്ഞാള്, ചാറ്റ കൊടുക്ക്. വേഗം വരണേ, മുത്തായി കൊണ്ടുവരണേ പറയും. ആ എന്റെ അച്ഛമ്മേടെ അടുത്തുണ്ട് മുട്ടായി. അതുണ്ട് അച്ഛച്ചന്റെ അടുത്ത് ഒന്നും ഉണ്ടാവൂല. അച്ഛച്ചന്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല, എന്റെ അച്ഛമ്മേന്റെ അടുത്തുണ്ട്. ആ പൂവ്, ഞങ്ങളെ പൂവൊന്നും ചവിട്ടി അരക്കല്ലേ. ഹാ കൊണ്ടുപോകാതെ പോണേം പോരല്ലേ മോളെ. ഞങ്ങളെ പൂവ് അരക്കല്ലേതാ പറ. ആ അല്ലു ചേട്ടനോട് ബായ് പറഞ്ഞോ അമ്മയുടെ പൊന്ന്. പോയി വരുമോ ഒരു വേഗം കേട്ടോ. ബായ് കൊടുക്ക്, ബായ് കൊടുക്ക്, ബായ്. എടേ പോയില്ലേ? ഉമ്മ കൊടുത്താളെ, ഉമ്മ കൊടുക്ക്, ഫ്ലൈങ് കിസ് കൊടുക്ക്. കയ്യില്ലേ പഞ്ചിട്ടാ നമുക്ക് ഉറങ്ങും കേട്ടോ അമ്മയുടെ പൊന്നെ. സോ ഗൈസ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിക്സൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നതെങ്കിലും പിന്നീടുള്ള സാഹചര്യങ്ങൾ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ ഹോസ്പിറ്റൽ കേസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ കുറേ പേര് പറയണത് നമ്മൾ Q&A ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു Q&A ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു ലൈവ് വരാം. കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട്. തുമ്പീൻ്റെ അസുഖമൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ റീനമ്മയുടെ അടുത്തുനിന്ന് എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ വേഗം പോസ്റ്റ് ചെയ്യാം കേട്ടോ. എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമേ. കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഒക്കെ ഞാനിങ്ങനെ പെൻഡിങ് അവിടെ നിൽക്കുന്നുണ്ട്, ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. ഈ തിരക്കും ട്രാവലൊക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത് കൂടാതെ ഇനി വേറെ എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദൈവം സഹായിച്ച് അതുപോലെയൊക്കെ നടന്നാൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ഹേസുവിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.